എന്തിനായി തന്റെ ഫോൺ കിണി കിണിന്നും പറഞ്ഞ അടിക്കുന്നേ? എന്നാ എടുക്ക്. ഞാൻ നേരത്തെ പറഞ്ഞാണല്ലോ എന്റെ ഫോൺ കൊണ്ട് പുഴുങ്ങി തിന്നില്ല. എന്റെ സിദ്ധു ഗൾഫിൽ നിന്നൊക്കെ കോള് വരുന്നു, തിരിച്ചു വിളിക്ക്. ഗൾഫിൽ നിന്ന് കുറെ കോളുകൾ വരും, കൂടിപ്പോയി കഴിഞ്ഞാൽ എന്റെ ജോലി പോകും, അങ്ങ് പൊക്കോട്ടെ. സിദ്ധു ചുമ്മാ അഹങ്കാരം കാണിക്കല്ലേ, മര്യാദക്ക് തിരിച്ചു വിളിച്ചേ. ലച്ചു, നീ എന്നെ ഒരുപാട് മര്യാദ പഠിപ്പിക്കാൻ നിക്കല്ലേ. എന്റെ സ്വഭാവം മാറി നിൽക്കാൻ നീ അകത്തോട്ടെങ്ങാനും കയറിച്ചല്ലേ. എന്നാ ഫോൺ പിടി. ലച്ചു ചുമ്മാ കളിക്കല്ലേ. അതെന്നെ എനിക്ക് പറഞ്ഞു, ചുമ്മാ കളിക്കല്ലേ. ഫോൺ വിളിച്ചേ. പിടിക്കത്തില്ല. ഞാൻ പിടിക്ക്. ഞാൻ പിടിക്കത്തില്ല. ലച്ചു കളിക്കില്ല ഞാൻ പറഞ്ഞു കേട്ടോ. നിനക്കെന്താ നിന്റെ ഫോണല്ലേ എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. ആ പിടി. ഫോൺ കളയാൻ നോക്കുന്നു. എന്താണ് നിന്റെ പ്രശ്നം? വേദനിക്കട്ടെ, കുറച്ചൊക്കെ വേദനിക്കട്ടെ. എല്ലാരും വിളിച്ചു കൂട്ടി, എനിക്ക് ഒരു കുഴപ്പമില്ല. ഇടത്തില്ലേ കൈ ഓടിയട്ടെ. മര്യാദക്ക് നിന്ന് സത്യമായിട്ട് ഞാൻ അറിഞ്ഞോണ്ടല്ലോ, ഞാൻ ഈ തള്ളിയിൽ മറ്റേ ഫോയ്സിൽ അങ്ങ് പോയത്. ഞാൻ അറിഞ്ഞ ഇതിന് ആരോഗ്യമൊന്നും ഇല്ലെന്ന്. എന്താ കാണിച്ചേ? തള്ളിയത് സിദ്ധുടാ, സിദ്ധു. അയ്യോ മോനെ, മോനെ സിദ്ധു, എണീക്ക് എണീക്ക്. സിദ്ധു എഴുന്നേക്ക്. അയ്യോ വണ്ടി എനിക്കറിയാം എങ്ങനെ കൊണ്ടോണെന്ന്. നീ എന്താണ് ഞങ്ങളുടെ കാലത്തിൽ ഇറങ്ങാൻ വരുന്നേ? നടക്ക്. ചേച്ചി ഫോൺ. ചേട്ടാ എണ്ണീച്ച് വാ. ചേട്ടൻ ഇങ്ങനെ വിഷമിച്ച് നടക്കാതെ വാ. ഞാനൊന്നുമില്ല. എണ്ണീച്ച് വാന്ന്. ചേട്ടൻ അബദ്ധം പറ്റിയതല്ലേ, മനഃപൂർവ്വം ചെയ്തതൊന്നും അല്ലല്ലോ. എണ്ണീച്ച് വാ. വാന്ന്. പൊന്നു പറഞ്ഞു നീ പോയേ. വാന്ന്. വാ. മക്കളെ, അമ്മൂമ്മ അന്നേരത്തെ ദേഷ്യത്തിന് അങ്ങ് ചെയ്തു പോയതാ. മക്കൾ എണീറ്റ് വാ. അതൊന്നും കുഴപ്പമില്ല. അത് എനിക്കൊരു സംഭവം, ഒരു അബദ്ധം പറ്റി പോയതാ. അത് സാരമല്ല, മക്കൾ അറിഞ്ഞോണ്ട് ചെയ്തതല്ലോ. വാ എണീറ്റ് വാ. അനങ്ങല്ലേ അനങ്ങല്ലേ. പയ്യെ. സൂക്ഷിച്ച്. ചത്തോന്ന് നോക്കണോ? ചത്തട്ടില്ലടാ, ഇച്ചിരി കൂടെ ജീവൻ ബാക്കിയുണ്ട്. മോളെ, വലിയ മുറിവാന്നോ? അത്യാവശ്യം ആഴമുണ്ട് അമ്മൂമ്മ. മോനെ, ഇപ്പൊ എങ്ങനുണ്ട്? വലിയ കുഴപ്പമില്ല.
ഞാൻ പണ്ടേ പറയാറില്ലേ ഈ ചെറുക്കക്കാരന്റെ കുടുംബജീവിതം നശിക്കുമെന്ന്. പൊന്നേച്ചി സത്യമായിട്ട് ഞാൻ അറിഞ്ഞോണ്ടല്ല. അളിയൻ ചേച്ചിയുടെ കൈ കയറി പിടിച്ചപ്പോ ചേച്ചിക്ക് വേന എടുക്കണമെന്ന് പറഞ്ഞ് ചേച്ചി കിടന്ന് കരഞ്ഞില്ലേ? ഞാൻ ആ ഫ്ലോയിൽ അത് ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ എന്ത് ചെയ്യാനാ? ഞാൻ പിടിച്ച് മാറ്റാൻ നോക്കിയതാ. സത്യമായിട്ട് ഞാൻ അളിയനെ പിടിച്ച തള്ളാൻ നോക്കിയല്ലേ അളിയാ? ഞാൻ മാറ്റിയപ്പോ അളിയ അങ്ങനെ ഓർത്തില്ലല്ലേ? സോറില്ലേ, ഞാൻ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു ചേച്ചി. സോറി അളിയ, കാര്യം ഞാൻ പോയാ. തലേന്ന് കൂടെ എണീക്കടാ. ഈ അടുത്ത് വരുമ്പോ തന്നെ ഇപ്പൊ പേടി. എണീറ്റ് ഇനി എന്നെ ഒന്ന് എണീപ്പിച്ചേ. എന്റെടാ ഒരു അബദ്ധം പറ്റി പോയതാ. അളിയാ, നിന്റെ കൂടപ്പറപ്പുകൾക്ക് വേദനിച്ചു കഴിഞ്ഞാൽ നിനക്ക് വേദനിക്കുമെന്ന് എനിക്കറിയാം. എന്റെ ഭാഗത്തും തെറ്റുണ്ട്. നീയും എന്റെ അടുത്ത് ക്ഷമിക്കും.